ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ രാവിലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനെടുത്ത മെറ്റീരിയലിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ഏതുവരെ കഴിഞ്ഞു എന്നൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ചായ വെച്ചപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കാടമുട്ട ഈ ഇഡ്ഡലി പാത്രത്തിൽ തന്നെ വെച്ചാക്കുകയാണെങ്കിൽ ഇഡ്ഡലിയും റെഡിയാവും, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മുട്ടയും വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ ഇക്കാൻ്റെ വീട്ടിലൊക്കെ ഇതുപോലെ ആട്ടി വെച്ചാൽ ഒരു 4-5 ദിവസത്തിന് ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഇഡ്ഡലി ദോശ അങ്ങനെ മാറി മാറിയിട്ടായിരിക്കും കേട്ടോ ഉണ്ടാക്കുക. അതുപോലെ ഇക്കാക്ക് രാവിലെ നേരത്തെ തന്നെ ജോലിക്ക് പോകണം. അതുകൊണ്ട് നമുക്ക് ഇഡ്ഡലി പറയുമ്പോൾ എളുപ്പപ്പണിയും കൂടിയാണല്ലോ. ഒരു ഇഡ്ഡലി ഉണ്ടാക്കിയാൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി എളുപ്പം തീർന്ന് കിട്ടുകയും ചെയ്യും. ഇന്നലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ സ്ലീവ്സിൻ്റെ താഴ്വശത്തുള്ള ഈ പട്ടയുണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ അരികുവശം ഒരു 1/4 ഇഞ്ചിലേക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നല്ല പണിയും കാര്യങ്ങളും, അതായത് നനച്ചുള്ളി ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കാണ്. അതുപോലെ നമുക്ക് വീട് ചെറുതായിട്ടൊന്ന് മേൽക്കൂര മാറ്റുന്ന ഒരു പണിയും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കാൻ സത്യം പറഞ്ഞാൽ സമയം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്കിപ്പോൾ ആകെ ചെയ്യാൻ പറ്റിയിരിക്കുന്നത് ഈ സ്ലീവ്സിൻ്റെ ഈ പട്ടൻ്റെ താഴ്വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ സ്ലീവ്സൊക്കെ 2 പീസുള്ളത് ജോയിൻ ചെയ്തെടുക്കുക. ടോട്ടൽ നമ്മൾ 32 പീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 32 പീസിന് നിങ്ങൾക്ക് കണക്കൂട്ടി അറിയാം നമുക്ക് ഉണ്ടാവുന്നത് 64 സ്ലീവ്സാണ്. അതായത് 2 കൈയാണല്ലോ ഒന്നിന് വരിക. അപ്പോൾ ഈ 64 കൈയും സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ തന്നെ നമുക്ക് നല്ലൊരു സമയം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 2 പീസുള്ളത് ജോയിൻ ചെയ്തും എടുക്കണം. അതുപോലെ തന്നെ ഈ പട്ടിൻ്റെ താഴ്വശവും മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഇന്നലെ നമ്മൾ ന്യൂസിൽ പാലക്കാട് ഷൊർണൂരിൽ ഒരു വയസ്സായ കുട്ടീനെ ശില്പ എന്ന് പറയുന്ന സ്വന്തം അമ്മ തന്നെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ഒരു ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമ്മളൊക്കെ ശരിക്കും ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് തന്നെ നമ്മുടെ മക്കളുടെ ആഗ്രഹം നിറവേറ്റാനും, അതുപോലെ നമുക്ക് കിട്ടാതെ പോയ സന്തോഷത്തിലേക്ക് നമ്മൾ കഷ്ടപ്പെട്ടതുപോലെ നമ്മളുടെ മക്കൾ കഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ മാതാപിതാക്കളും കഷ്ടപ്പെടുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ മക്കൾ തടസ്സമായിട്ട് തോന്നുന്നത്? അപ്പോൾ ഈ ശില്പയ്ക്കും ഈ പറഞ്ഞതുപോലെ അവളുടെ ജോലിക്ക് ഇല്ലെങ്കിൽ അവളുടെ വർക്കിന് അവളുടെ മകൾ ഇല്ലെങ്കിൽ ആ കുട്ടി തടസ്സമായി തോന്നിയത് കൊണ്ടാണ് ആ ഒരു ക്രൂരത ആ കുഞ്ഞിനോട് ചെയ്തത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ അത്യാഗ്രഹം ഇല്ലെങ്കിൽ ആർത്തി, അത് ഒറ്റൊരു കാരണം കൊണ്ടാണ് നമുക്ക് ഈ മക്കളോട്, നമ്മുടെ സ്വന്തം നൊന്ത് പ്രസവിച്ച മക്കളോട് തന്നെ ഈ ക്രൂരത കാണിക്കാൻ തോന്നുന്നത്. നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഇന്നില്ലെങ്കിൽ നാളെ നിറവേറും. ഇല്ലെങ്കിൽ മക്കൾ കുറച്ച് വലുതായി നമുക്കത് നിറവേറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അതിനൊരിക്കലും ഇതുപോലുള്ള ക്രൂരതകളൊന്നും ഒരു മാതാപിതാക്കളും ഒരു മക്കളോടും ചെയ്യരുത് കേട്ടോ. നമ്മൾ ചിന്തിക്കാനും കൂടി പാടാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും അത് അത്യാഗ്രഹമാക്കി മാറ്റരുത് ആരും. ഇനി വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് വരാട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞത് സ്ലീവ്സൊക്കെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ, അതായത് ടോപ്പിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ താഴ്വശത്തും ഇതുപോലെ ബോർഡ് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ 32 പീസിലും നമ്മൾ ടോപ്പിൻ്റെ താഴ്വശത്ത് ഇതുപോലുള്ള പട്ട ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ കമൻറ്റും നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും നമ്മൾ റിപ്ലൈയും തരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് ആകാംക്ഷയുണ്ട്, സംശയങ്ങളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുമോ ചോദിച്ചിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫുൾ മോഡൽ, ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് എങ്ങനെ കൊടുക്കേണ്ടത് എന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതെല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണുക കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലെ തരുന്ന സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോക്ക് തരുന്ന കമൻസൊക്കെ നമുക്ക് നല്ല വിലപ്പെട്ടതാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കമൻസ്, നിങ്ങളുടെ ഡൗട്ട്, കാര്യങ്ങൾ, സജഷൻസൊക്കെ നമുക്ക് കമൻസായിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം. ഓരോ സ്ത്രീകളും ആഗ്രഹിക്കുന്നതാണ് വീട്ടിലിരുന്നു കൊണ്ട് ഒരു വരുമാനം എങ്ങനെ ഉണ്ടാക്കാം എന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയതില്ലെങ്കിൽ എൻ്റെ ഫീൽഡ് ഇതായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഉള്ളിൽ ഓരോ കഴിവുകളുണ്ട്. അപ്പോൾ അത് കണ്ടെത്തിയിട്ട് വേണം നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്താലാണ് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുക എന്ന് കണ്ടെത്തേണ്ടത്. എന്നിട്ട് അതിലൂടെ വേണം ഓരോരുത്തരും സഞ്ചരിക്കാനായിട്ട്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടോപ്പ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഒരു സാധാ മെഷീൻ വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടാണ് ഇതെല്ലാം മറ്റുള്ളവരിലേക്കും കൂടി എത്തണം എന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ചാനൽ കൂടി ഒന്ന് കയറി കാണുക. തീർച്ചയായും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.